ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് 25,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസിനെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 30,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റിയ 5 കിടിലൻ സ്മാർട്ട് ഫോൺസ് ആണ്. ഞാൻ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ് പറയുന്നുണ്ട്, ക്യാമറ സ്മാർട്ട് ഫോൺസ് പറയുന്നുണ്ട്, മാത്രമല്ല ബെസ്റ്റ് ഓവറോൾ സ്മാർട്ട് ഫോണും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ 5 ഫോൺസ് പറയും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡിസ്പ്ലേ ഉള്ള ഫോണായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ നോർമൽ യൂസിനുള്ള ഫോണായിരിക്കും വേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഗെയിമിംഗ് ഫോൺസ് ഒന്നും മേടിക്കാതിരിക്കുക. കാരണം അത് ഗെയിമേഴ്സിനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനേക്കാട്ടും ബെറ്റർ ഓപ്ഷൻസ് വേറെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ 30K എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റാണ്. ഇതിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോരോ സ്മാർട്ട് ഫോണായിട്ട് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ഗെയിമേഴ്സിന് വേണ്ടി ഒരു സ്മാർട്ട് ഫോൺ പറയാം. ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് 30,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റിയ ഗെയിമേഴ്സിന് പറ്റിയ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQന്റെ Neo 7 Pro ആണ്. iQ Neo 7 Proയിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 വരുന്നുണ്ട്. കിടിലൻ ചിപ്സെറ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ്. അടിപൊളി ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഒക്കെ കുറഞ്ഞ ഒരു ചിപ്സെറ്റ് ആണ്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz ആണ്. ക്യാമറ പെർഫോമൻസ് അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. 30K എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്നും ബെറ്റർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഉള്ള ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയും മോശമല്ല. ബട്ട് ഗെയിമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് ഇതാണ്. പ്രീമിയം ഗ്ലാസ് ബാക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഓവറോൾ പറയാനാണെങ്കിൽ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്ന് പറയുന്നത് iQന്റെ Neo 7 Pro ആണ്. ഇനിയിപ്പോൾ എൻ്റെ 30,000 റുപ്പീസ് ഇല്ല, എനിക്കൊരു 26,000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 25,000 റുപ്പീസിൽ ബാങ്ക് കാർഡ് ഓഫേഴ്സ് ഒക്കെ വെച്ച് മേടിക്കണമെങ്കിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്ന് പറയുന്നത് പോക്കോൻ്റെ X6 Pro ആണ്. കിടിലൻ സ്മാർട്ട് ഫോണാണ്. 25,000 അല്ലെങ്കിൽ ഒരു 26,000 റുപ്പീസിനൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുത്തോളൂ. ഗെയിമേഴ്സ് ആണെങ്കിൽ ഇതിൽ നിന്നും ബെസ്റ്റ് ഓപ്ഷൻ 26,000 അല്ലെങ്കിൽ ഒരു 27,000 റുപ്പീസിനകത്ത് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ഉണ്ട്, ഗെയിമിംഗ് പെർഫോമൻസും വളരെ അടിപൊളിയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണെ പറ്റി ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി മാത്രമല്ല iQ Neo 7 Proനെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഡിസ്പ്ലേ കിടിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ. അത്യാവശ്യം നല്ല ബെസൽലെസ് ഡിസ്പ്ലേ എന്നൊക്കെ ഫീൽ ചെയ്യും. നല്ല ബെസൽസ് കുറവാണ്, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ലുക്കിംഗ് ആണ്. പിന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ പറയാനാണെങ്കിൽ നമുക്ക് ആ ഒരു പോക്കോ യെല്ലോ കളറും ആ ഒരു വീഗൻ ലെതർ ഫിനിഷ് ഒക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 26,000 റുപ്പീസിന് ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്ന് പറയുന്നത് പോക്കോ X6 Pro ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ വേണം, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓവറോൾ നല്ലൊരു പാക്കേജ് തന്നെയാണ് 27,000 റുപ്പീസിന്. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ Redmi Note 13 Pro Plusനൊക്കെ പറ്റി ചോദിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ആ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം വേറെയും ബെറ്റർ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിവൈസ് ആണ്. ബട്ട് ഒരു 30K അകത്ത് കിട്ടണം ആ ഒരു ഫോൺ. ഒരു അത്യാവശ്യം നല്ലൊരു ഫോൺ ആവണമെങ്കിൽ ഒരു 30K അകത്താണെങ്കിൽ ഓക്കെയാണ്. 32,000 അല്ലെങ്കിൽ ഒരു 30,000 ഇന്ന് ₹1 കൂടിയാൽ പോലും ആ ഒരു ഫോൺ മേടിക്കേണ്ടെന്നേ പറയത്തുള്ളൂ. വാല്യൂ ഫോർ മണിയും അല്ല, അതിൽ നിന്ന് ബെറ്റർ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു പ്രൈസിന് ഒട്ടും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഫോണല്ല. ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ഇനി എനിക്ക് അടുത്ത് പറയാനുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്യാമറ പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ 12 Pro Plus ആണ്. റിയൽമി 12 Proയും 12 Pro Plusഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ക്യാമറ ഹാർഡ്വെയറിൽ അവിടെ എവിടെയും ചേഞ്ചസ് വരുന്നിട്ടുണ്ട്. മാത്രമല്ല പെർഫോമൻസും കുറച്ചുകൂടെ കൂടുതലാണ്. എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതേ സെയിം ചിപ്സെറ്റ്, അതായത് ഈ റിയൽമി 12 Pro Plusൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 ആണ്. പെർഫോമൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ഇതേ സെയിം ചിപ്സെറ്റ് വെച്ച ഫോൺസ് നോക്കുകയാണെങ്കിൽ 25,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റും. നമ്മൾ റീസെൻ്റ്ലി ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് 25,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റിയ സ്മാർട്ട് ഫോൺസിനെ പറ്റിയാണ്. ആ ഒരു വീഡിയോ കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് 25,000 റുപ്പീസാണ് മാക്സിമം ബഡ്ജറ്റ് എങ്കിൽ. അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്ന കാര്യം ഒട്ടും തന്നെ നോക്കണ്ട. തീരെ പെർഫോമൻസ് കുറവാണ്. ഫോർ ദ പ്രൈസ് 30,000 റുപ്പീസിന് ഒട്ടും തന്നെ പറയാൻ പറ്റത്തില്ല ഇത് ബെസ്റ്റ് പെർഫോമിംഗ് ആണ്, അല്ലെങ്കിൽ ഇത് വളരെ മോശപ്പെട്ട പെർഫോമൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ 23,000 അല്ലെങ്കിൽ ഒരു 22,000 റുപ്പീസിലൊക്കെ കിട്ടുന്ന സ്മാർട്ട് ഫോൺസിനുള്ള ചിപ്സെറ്റ് ആണ്. ബട്ട് ഇവിടെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻ സെൻസർ അടിപൊളിയാണ്. ക്യാമറ സെൻസർ നോക്കുകയാണെങ്കിൽ സോണിയുടെ IMX890 വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 3xന്റെ ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. 64 മെഗാ പിക്സലിൻ്റെയാണ് ഓമിനി വിഷൻ്റെ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ക്യാമറാസും അത്യാവശ്യം യൂസ്ഫുൾ ക്യാമറാസ് ആണ്. ഞാൻ പല റിവ്യൂസും ചെക്ക് ചെയ്തപ്പോൾ ക്യാമറ ക്വാളിറ്റിയിൽ ഞാൻ അത്യാവശ്യം നല്ല ഇംപ്രസ്ഡ് ആയിരുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ നിന്നും ബെറ്റർ
ഔട്ട്പുട്ട് കിട്ടുന്ന ഫോൺസ് കാണുമായിരിക്കാം. ബട്ട് സ്റ്റിൽ ഹാർഡ്വെയർ ബേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഫോണാണ് റിയൽമി 12 Pro Plus എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ ഒരു ഫോണിൽ നല്ല രീതിയിൽ ഗെയിമിംഗ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പെർഫോമൻസ് ഒന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ബട്ട് ക്യാമറ പെർഫോമൻസ് ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ഹാർഡ്വെയർ ബേസ് അടിപൊളി തന്നെയാണ്. പിന്നെ ക്യാമറ ടെസ്റ്റ് വീഡിയോസ് ഒക്കെ വേറെയും കുറേ ചാനൽസിലൊക്കെ അപ്ലോഡ് ചെയ്യും. അൺബോക്സിങ് വീഡിയോസ് മാത്രം കണ്ടിട്ട് ഈ ഒരു ഫോൺ പോയി മേടിക്കല്. പ്രോപ്പർ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് കുറേ ചാനൽസിൽ ഇതിൻ്റെ റിവ്യൂസ് കാണും. അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. ഇതല്ല, ഏത് സ്മാർട്ട് ഫോൺ എടുത്താലും മിനിമം ഒരു 10 റിവ്യൂ എങ്കിലും ആ ഒരു ഫോണിനെ പറ്റി കണ്ടിരിക്കുക. ജസ്റ്റ് അത് ഫോണിനെ പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. കാരണം അപ്പോൾ ഞാൻ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് പറയും പോലെയല്ല വേറൊരാൾ പറയുന്നത്. അതുപോലെ 10 റിവ്യൂ നിങ്ങൾ കാണുമ്പോൾ 10 പേർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു അഭിപ്രായമൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനാണ് ഞാൻ 10 റിവ്യൂ എങ്കിലും മിനിമം കാണാൻ പറയുന്നത്. അപ്പോൾ റിയൽമി 12 Pro Plus എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി സൂം നോക്കുകയാണെങ്കിലും മെയിൻ സെൻസർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലതായുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ക്ലീൻ ഫോൺ വേണം, ബ്ലോട്ട് വെയർസ് ഒന്നും ഒട്ടും വേണ്ട, വളരെ ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് OnePlusന്റെ Nord 3 എന്ന് പറയുന്ന ഫോണാണ്. അത്യാവശ്യം നല്ല ഡിവൈസാണ്. സോണിയുടെ IMX890 സെൻസർ കിട്ടുന്നുണ്ട്. ഇതേ സെയിം സെൻസറാണ് നമ്മുടെ റിയൽമി 12 Pro Plusൽ യൂസ് ചെയ്തിട്ടുള്ള സെൻസർ. മെയിൻ സെൻസർ അത്യാവശ്യം നല്ലതാണ്. പിന്നെ 8 MP അൾട്രാ വൈഡും അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത്. മെയിൻ സെൻസർ അത്യാവശ്യം നല്ലതാണ്. നമ്മുടെ MediaTekന്റെ Dimensity 9000 ചിപ്സെറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. എന്നാൽ ബെസ്റ്റ് പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ ഒരു നോർമൽ യൂസറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ചിപ്സെറ്റ് തരാൻ പോകുന്നത്. ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്. ആഡ്സോ ബ്ലോട്ട്വെയറോ അങ്ങനെയൊന്നുമില്ല. 5000 mAh ബാറ്ററിയും 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ല പാക്കേജ് തന്നെയാണ്. 30,000 റുപ്പീസിന് നിങ്ങൾക്കൊരു ഓവറോൾ നല്ല ഫോൺ വേണം, ആഡ്സും ബ്ലോട്ട്വെയർ ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി എനിക്ക് 30,000 ഒന്നും മുടക്കാനില്ല, ഒരു 27,000 റുപ്പീസിന് നല്ലൊരു ഡിവൈസ് പറഞ്ഞിരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടറോളയുടെ എഡ്ജ് 40 അത്യാവശ്യം നല്ല ഡിവൈസാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ കിടിലൻ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, എന്നാൽ നല്ല രീതിയിലുള്ള ഡ്രോബാക്സ് ഉണ്ട്. ഡ്രോബാക്സ് പറയാനാണെങ്കിൽ ക്യാമറ പെർഫോമൻസ് ഡീസൻ്റ് ആണ്, ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യല്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ പെർഫോമൻസ് ആണ് ഫ്രണ്ട് ആണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും കിട്ടുന്നത്. ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചിപ്സെറ്റ് ആണ്. Dimensity 8020 ചിപ്സെറ്റ് ആണ്. ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ഹെവി പെർഫോമൻസോ അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യല്. എന്നാൽ കാര്യമൊക്കെ നടന്നു പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൾ വിളിക്കാനും വാട്സപ്പ് നോക്കാനും നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സ്മൂത്ത് ആയിട്ട് ഓടിക്കോളും, വേറെ ഇഷ്യൂസ് ഇല്ല. ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ക്ലോസ്ഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. വീഗൻ ലെതർ ബാക്ക് ആണ്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെങ്കിലും ഇത് നോക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ പറയാനാണെങ്കിൽ ഒരു ഡീസൻറ്റ് ഫോൺ വേണം. 27,000 റുപ്പീസ് ആണെങ്കിൽ മോട്ടറോളയുടെ എഡ്ജ് 40 നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറേ സ്മാർട്ട് ഫോൺസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വേണോ നിങ്ങൾക്ക് മേടിക്കാം. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞ സ്മാർട്ട് ഫോൺസിൻ്റെ ഒക്കെ പ്രോപ്പർ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട്, അതായത് റിവ്യൂസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.